ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഫ്രൂട്ട് പരിചയപ്പെടുത്താനാണ്. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇത് സ്റ്റാർ ആപ്പിൾ എന്നൊക്കെ ചിലർ പറയുന്ന കേൾക്കുക. അതിൻ്റെ കറക്റ്റ് നെയിം അതാണോ എന്നറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ വേറെ കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇത് സ്റ്റാർ ആപ്പിൾ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതുണ്ടോ, ഗോൾഡൻ കളറ്. അതിൻ്റെ അപ്പർ സൈഡ് കാണിച്ചേ. അപ്പർ സൈഡ് സാധാരണ ഗ്രീൻ കളറ്, ബാക്ക് സൈഡ് നല്ല ഗോൾഡൻ കളർ. ഇത് നട്ട് പിടിപ്പിച്ചൊന്നുമല്ല, ഇത് വലിയ മരമാണ്. ഇവിടെ തന്നെ ഇങ്ങനെ വന്ന് കിളിർത്തിട്ട് ഉണ്ടായതാണ് വലിയ മരം. അപ്പോൾ ഇതിൻ്റെ കായ് ഇങ്ങനെ നമുക്കൊരു പറിച്ച് നോക്കാം. ഇതാണ് അതിൻ്റെ പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കളർ നല്ല ബ്രൗൺ പറിച്ചോ, നല്ല ബ്രൗൺ കളറായിട്ട് മാറും. കാണിച്ച് ഉണ്ടോ, പറിച്ച് കഴിയുമ്പോഴത്തേന് ഈ ഒരു കളർ. അനക്കാതെ വെക്കുക, കൊതുക്. അത് ഈ ഒരു കളറാണിത് പറിച്ച് കഴിയുമ്പം. പച്ചയായിട്ടുണ്ടെങ്കിൽ പച്ച കളർ എന്ന് പറഞ്ഞാൽ അത് മൂക്കുന്നതിന് മുമ്പ് ഇതുപോലിരിക്കും, നല്ല ഗ്രീൻ കളറായിട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ സൈസ്. അയ്യോ തണുപ്പ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞ് ഒന്ന് കഴിച്ച് നോക്കിയാലോ. ഞാൻ കഴിക്കട്ടെ, ഞാൻ കഴിച്ച് നോക്കാവേ. അത് കടിച്ചപ്പം നല്ലൊരു കറ പോലെയുണ്ട്. കറ വേണ്ട, കഴുകണം. അപ്പം മധുരമൊന്നുമില്ല, വലിയ കരട്. ചെറിയൊരു മധുരമേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടാ, അല്ലേ, കഴിക്കാൻ കൊള്ളാം. പക്ഷെ ഇതിനകത്ത് ഒരു വലിയ കുരുവാണ്. ഇതിലൊക്കെ ഇങ്ങനെ നിറയെ ഉണ്ടായി നിൽപ്പുണ്ട്. സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഫാമിലി മറ്റേ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ഫാമിലി തന്നെയാണ്. ഇതുണ്ടോ, ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചു തരാം. കുറേ കായ് ഉണ്ടായി നിൽപ്പുണ്ട്. ഇവിടെ നിറയെ ഉണ്ടായി നിൽപ്പുണ്ട്. പഴുത്താണോ? ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ കുമ്പളങ്ങയ്ക്ക് ഞാൻ പറിച്ചു തരാം. ഇതെല്ലാം പോവോ? വേണ്ട പറ്റൂല. അപ്പോൾ നമുക്ക് തിരിച്ച് പോയേക്കാം. ആണ് കുമ്പളങ്ങ തന്നെ വീണ് കിടക്കുന്നതാണ്. ഇഷ്ടംപോലെ കുമ്പളങ്ങയുണ്ട്. ഈ കുമ്പളങ്ങ എല്ലാം കൂടെ എന്നാ ചെയ്യാനാ? അപ്പം നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇത് സ്റ്റാർ ആപ്പിൾ തന്നെയാണോ എന്ന് നമുക്കറിയില്ല. സ്റ്റാർ ആപ്പിൾ അല്ലാതെ വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്കിതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ